ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ സ്റ്റേറ്റ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ് നമ്മൾ പോകുന്നത് ഡ്രൈവല്ല കേട്ടോ, ബൈ ഫ്ലൈറ്റ് പോകണം. അപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സുല്ലാണ്ടാണ് നമ്മുടെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കണം. അതിനുശേഷം സുല്ലാണ്ട് ജോലിക്ക് പോകണം. എവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, കെയ്ൻസിലേക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയയിലെ ഒരു കൊച്ചു കേരളമാണ് കെയ്ൻസ്. അപ്പോൾ നമുക്ക് ബൈ റോഡ് പോകുന്നെങ്കിൽ 2000 കിലോമീറ്റർ അടുത്ത് വരും. ഫ്ലൈറ്റിനാണെങ്കിൽ 2 മണിക്കൂർ യാത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ടിലേക്ക് എത്തണം. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ്. ടിക്കറ്റ് എടുത്ത് പോയത് വിസയുടെ ഒന്നും യാതൊരു ആവശ്യമില്ല. അടിപൊളി എയർപോർട്ട് കേട്ടോ. ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ വരുന്നത്. പിന്നെ ഇന്നത്തെ ഈ ഫ്ലൈറ്റ് യാത്രയുടെ ഏറ്റവും കൂടുതൽ ത്രില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലൈറ്റ് യാത്രയാണ്. മമ്മി ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങോട്ടൻ 3 മാസം ഉള്ളപ്പോൾ ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോസ് ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാനായാലും ദീപ്തിയായാലും ഒത്തിരി വർഷങ്ങൾ. അതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറുന്നത് നല്ലൊരു എക്സൈറ്റ്മെൻറ്റാണ്. എനിക്കായാലും ഫ്ലൈറ്റ് യാത്ര വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ചെക്കിങ് ഞാനൊക്കെ കഴിഞ്ഞ് നമ്മുടെ സീൻ്റെ അവിടെ എത്തി. ഇതങ്ങോട്ടിൻ്റെ അപ്പോസും വളരെ ഹാപ്പി കേട്ടോ. ഫ്ലൈറ്റ് തൊട്ടടുത്ത് കാണാന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നു. സുല്ലാൻ്റെ വീട്ടിൽ നിന്ന് ചെറിയതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നത്. പിന്നെ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിടപ്പോൾ അവിടുത്തെ ഒരു ഫുഡ് കൂടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. പിന്നെ ഫുഡ് നമ്മൾ വിടില്ല. അങ്ങനെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒരു ചെറിയ കോഫിയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ അവിടെയാണ് കയറി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എത്തിയിട്ടോ. അപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്ത് അകത്തേക്ക് പോകണം. ഇതങ്ങോട്ടിൻ്റെ അപ്പൂസിൻ്റെയും വളരെ എക്സൈറ്റഡ് ആട്ടോ. അവർക്ക് എന്താ പറയുക, കാർട്ടൂണിലും പിന്നെ നമ്മൾ പുറത്ത് എവിടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് പോകണത് കാണാതല്ലാണ്ട് തൊട്ടടുത്ത് കാണുന്നതും ഫ്ലൈറ്റിൽ കയറുന്നതും അവർക്ക് ഭയങ്കര ത്രില്ലാണ്. അപ്പം നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി. നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അകത്ത് തന്നെ വലുപ്പമുള്ള ഫ്ലൈറ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഭക്ഷണമോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല. അത് നമ്മൾ അഡീഷണൽ വാങ്ങിക്കണം. പിന്നെ അപ്പോസ് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി സീറ്റിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോസ് ഫ്ലൈറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന ഓരോ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈലിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തേക്കാം. അവനെ ഫുൾ എൻഗേജഡാക്കി നിർത്തണം. ഇനി ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് വല്ലതും ചെവിയൊക്കെ അടഞ്ഞു വല്ല ചെവിയാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് യാത്ര മൊത്തത്തിൽ കുളവും. അന്നേരം പുള്ളീനെ ഒന്ന് ബിസിയാക്കി ഇരുത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ. എങ്ങനെയാവുമെന്ന് അറിയില്ല. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. അപ്പോൾ പിന്നെ നമുക്ക് കെയ്ൻസിലെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വന്നാലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെയ്ൻസിൻ്റെ മെയിൻ അട്രാക്ഷൻ ഗേറ്റ് വേ ടു ഗ്രേറ്റ് ബാരിയർ റീഫ്. അതാണ് കെയ്ൻസിലെ മെയിൻ അട്രാക്റ്റീവ് സംഭവം. ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിൽ ഒരെണ്ണമാണത്. അതുകൊണ്ട് ഇത് കാണാനായിട്ടോ ഇവിടെ ടൂറിസ്റ്റുകൾ ഒത്തിരി പേര് വരുന്നത്. അതുകൊണ്ട് കെയ്ൻസിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ആ ടൂറിസത്തിൽ വരുന്നതാണ് ഈ ഗേറ്റ് ബാരിയർ റീഫ്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് ഒരു 2400 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ആ ചുറ്റളവിൽ പവിഴപ്പുറ്റുകളുടെ ഒരു ദ്വീപുണ്ട്. അതും ഈ കെയ്ൻസിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് സംഭവങ്ങളിൽ ഒന്നാട്ടോ. നമ്മളങ്ങനെ കെയ്ൻസ് എയർപോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും ആ ഒരു സ്ഥലം. ഒത്തിരി റെയിൻ ഫോറസ്റ്റുകളും മൗണ്ടൻസൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഫുള്ള് ഗ്രീനറിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. നാട്ടിലെ പോലത്തെ നല്ല ചൂട് ക്ലൈമറ്റ്. അതുകൊണ്ട് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും തേങ്ങ, മാവ്, പച്ചക്കറികൾ, അതുപോലെ നാട്ടിലുള്ള പാമ്പ്, പഴുതാര എല്ലാം ഉണ്ട്. അതാണ് ഈ കെയ്ൻസിനെ ഒരു കൊച്ചു കേരളം ഒന്ന് ഓസ്ട്രേലിയയിലുള്ള മലയാളീസ് വിശേഷിപ്പിക്കാനുള്ള മെയിൻ കാരണം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ എല്ലായിടത്തും വിൻ്റർ ഉണ്ടാവും. പക്ഷേ കെയ്ൻസിൽ താരതമ്യേന വിൻ്റർ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇവിടേക്ക് ഒത്തിരി ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്. UK, കാനഡ എന്നൊക്കെ പറഞ്ഞൊരു ഒത്തിരി ഇവിടെ താമസിക്കാനായിട്ട് കെയ്ൻസിലേക്ക് വരും. അതുപോലെ ഒത്തിരി തിരക്കൊന്നുമില്ല കേട്ടോ. ഒച്ചപ്പാടും ബഹളമില്ലാണ്ട് കാം ആൻഡ് ക്വയറ്റായിട്ടൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മളും
കെയ്ൻസിൽ വന്ന് ഇറങ്ങി എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവാണ്. ലഗേജ് എടുക്കണം. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമിലാണ് രാവിലെ നമ്മൾ വന്നിറങ്ങിയാണ്. എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരുന്നത് ദീപ്തിയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അരുണാണ്. അപ്പോൾ അരുൺ വന്നു. നമ്മൾ നേരെ വണ്ടി കയറി അരുണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കില്ല റോഡ് സൈഡിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തെങ്ങും മാവും ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഗ്രീനറി കേട്ടോ. കാരണം നമ്മൾ അരുണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രത്യേകം ചെന്നെങ്കിൽ ദീപ്തിയുടെ ഫ്രണ്ട് ധന്യാണ്. 12-13 വർഷത്തിന് ശേഷം അവർ നേരിട്ട് കാണണം. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടോ, രമ്യ ഗോപൻ. അപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മൾ ഈ ട്രിപ്പിൻ്റെ 4 ദിവസം താമസിച്ചത്. പിന്നെ അവിടെ നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ രമ്യ നമ്മളെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഒത്തിരി ബീച്ചുകളും അങ്ങനത്തെ ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ അവിടെ ചെന്ന് പിന്നെ പിള്ളേരെ കുറച്ച് നേരം കളിപ്പിക്കുക. രാവിലെ തുടങ്ങി ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരൊന്ന് ചാർജാക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളവർ ഇരുത്തി പൊറിപ്പിക്കില്ല. അതുകൊണ്ട് അവരെ ഒന്ന് കളിപ്പിക്കാം. പിന്നെ ആ ബീച്ചിനോട് സൈഡിൽ നിൽക്കണമെന്ന് നോക്കി ചെറിയ ചെറിയ തെങ്ങുകളും കാര്യങ്ങളൊക്കെ എന്താ രസം എന്ന് പറയാമോ. നല്ല കാറ്റുണ്ടായ കാരണം നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല. കുറച്ച് നേരമൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് തിരിച്ച് പോന്നു. പോരുന്ന വഴിക്ക് രസകരമായ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ മാവ് നിൽക്കണമെന്ന് കാണും. അപ്പോൾ രമ്യൊക്കെ അവർ പറഞ്ഞു ഇവിടെ നിന്ന് മാങ്ങയൊക്കെ നമുക്ക് പറിക്കണേ കുഴപ്പമില്ലെന്ന്. പിന്നെ വണ്ടി ഒന്നും നോക്കിയില്ല, സൈഡിലേക്ക് നിർത്തിയിട്ട് പണ്ട് നാട്ടിൽ ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സെയിം പരിപാടികൾ. അവിടെ നിന്നൊരു കമ്പൊക്കെ എടുത്തിട്ട് മാവുമ്മ കല്ലെറിയുക. അങ്ങനെ അത്യാവശ്യം മാങ്ങ കിട്ടിയിട്ടോ. പിന്നെ ഈ മാവൊക്കെ നിൽക്കുമ്പോൾ നോക്കി അതിൻ്റെ തൊട്ട് ബാക്കിൽ റെയിൽവേ ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പം നാട്ടിലെ സെയിം ഫീലാട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഓസ്ട്രേലിയ എന്ന് പറയില്ല. പിന്നെ നമ്മുടെ മലയാളീസ് നമ്മുടെ സ്വഭാവം എവിടെ പോയാലും നമ്മൾ കാണിക്കും. അത് ഓസ്ട്രേലിയ അല്ല അമേരിക്ക പോയാലും നമ്മൾ മലയാളി എന്നും മലയാളി തന്നെ ആയിരിക്കും. അത്യാവശ്യം മാങ്ങ കിട്ടിയിട്ടോ. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. പിന്നെ അതൊക്കെ പെറുക്കി കൂട്ടി വണ്ടിയിലടുത്ത് വെച്ചിട്ട് മിക്കസും വൈകുന്നേരം ഏകദേശം ഒരു 6 മണി സമയമായി. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോവാം. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, രമ്യയും ധന്യൊക്കെ, അവരിവിടെ വീട് പണിയുണ്ട്. ഇപ്പോൾ വീട് പണി കഴിഞ്ഞല്ലോ. അപ്പോൾ പോകുന്ന വഴിക്കാണെന്ന് പറഞ്ഞ കാരണം 2 പേരുടെ വീടും ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് രമ്യ നമ്മൾ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ വീട് പണിയൊക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് നടന്നുകൊണ്ടിരിക്കും. 2 മാസത്തിനുള്ളിൽ അവർക്ക് 2 പേർക്കും വീടിൻ്റെ കീ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഓസ്ട്രേലിയയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൊതുവെ വില കുറവാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞില്ലേ, പക്ക കാം ആൻഡ് ക്വയറ്റാണ്. ഒരുപാട് ടൗണിൻ്റേതായ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാമായിട്ടുള്ളൊരു സിറ്റിയാണ് കെയ്ൻസ്. കറക്കമൊക്കെ കഴിഞ്ഞ് രമ്യയുടെ വീട്ടിലൊന്ന് കയറിയപ്പോൾ ഒരു സൈഡിൽ കരിക്ക് കൂട്ടിയിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ അപ്പുറത്ത് കമ്പിപ്പാരയും. എത്ര വർഷത്തിന് ശേഷം എന്നറിയാമോ ഞാനൊക്കെ ഇങ്ങനെ കമ്പിപ്പാരയും ഇതേപോലെ തേങ്ങ കിടക്കണ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കരിക്കാണ് എടുത്തു. പിള്ളേരും കൂട്ടത്തിൽ കൂടി ഒരു ഗ്ലാസ് കരിക്കണ്, ഒരു ഗ്ലാസ് കരിക്കുന്നു. നേരെ കരിക്കണ് സെറ്റാക്കി എടുത്ത് ഒരു ഗ്ലാസ് കരിക്കും വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴേക്കും രമ്യ വൈകുന്നേരത്തേക്കുള്ള ഡിന്നറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കെയ്ൻസിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ട്രിപ്പിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കോക്കനട്ട് ജ്യൂസ് കുടിക്കൂ, കോക്കനട്ട് വാട്ടർ.